2.5 വർഷമാകുന്നു യുക്രൈനിൽ റഷ്യ യുദ്ധം തുടങ്ങിയിട്ട്. നേരം വെളുക്കുമ്പോൾ യുക്രൈനെ തീർക്കുമെന്ന് പറഞ്ഞിറങ്ങിയ റഷ്യ മുന്നേറിയും തിരിച്ചടി നേരിട്ടും എല്ലാം കിതയ്ക്കുകയാണ്. യുക്രൈന്റെ സ്ഥിതിയും വ്യത്യസ്തനല്ല. കരുത്തരായ വ്യക്തിയെ വെല്ലുവിളിച്ചും തിരിച്ചടിച്ചും അവരും യുദ്ധത്തിന്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്നുണ്ട്. യുക്രൈനിലെ പല പ്രദേശങ്ങളും യുദ്ധത്തിൽ തകർന്നുപോയിട്ടുണ്ട്. മാസങ്ങൾ കുറെ കഴിഞ്ഞപ്പോൾ യുക്രൈൻ യുദ്ധം മുൻനിര വാർത്താ മാധ്യമങ്ങളിൽ നിന്നും മാറിയതോടെ എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് റഷ്യക്കാർക്കും യുക്രൈനിലുള്ളവർക്കും മാത്രമേ അറിയൂ എന്ന സ്ഥിതിയായി. ഇതാ ഇപ്പോൾ UK ഒരു പുതിയ ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്. റഷ്യ യുദ്ധം തുടങ്ങിയതിനു ശേഷം പാശ്ചാത്യ ലോകം ഉന്നയിക്കുന്ന ഗുരുതരമായ ആരോപണമാണ് ഇത്. റഷ്യയ്ക്ക് സഹായം ചെയ്തുകൊണ്ടിരുന്ന ചൈന ഒരു പടി കൂടി കടന്നിരിക്കുന്നു. യുക്രൈനെ നേരിടാൻ വളരെ മാരകമായ ആയുധങ്ങൾ റഷ്യയ്ക്ക് ചൈന നൽകുന്നു എന്നതാണ് ഇത്. UK പ്രതിരോധ മന്ത്രി ഗ്രാൻഡ് ഷീപ്സ് ആണ് ഇങ്ങനെയൊരു ആരോപണം ഉന്നയിക്കുന്നത്. തുടക്കം മുതലേ റഷ്യയെ ചൈന സഹായിക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. യുക്രൈനെ യുദ്ധമുഖത്തിറങ്ങി സഹായിക്കാൻ പാശ്ചാത്യ രാജ്യങ്ങൾ തയ്യാറായില്ലെങ്കിലും ആളും അർത്ഥവും നൽകി പിന്തുണച്ചിട്ടുണ്ട്. അമേരിക്ക അത്യാധുനിക ആയുധങ്ങൾ നൽകിയിട്ടുണ്ട്. അതുപയോഗിക്കാൻ അമേരിക്കൻ സൈന്യത്തിലെ മുതിർന്നവർ യുക്രൈനിൽ നേരിട്ടെത്തി പരിശീലനം നൽകിയിട്ടുണ്ട്. റഷ്യയുടെ കരുത്തിനു മുന്നിൽ ഇതെല്ലാമായാണ് യുക്രൈൻ പിടിച്ചുനിന്നത്. റഷ്യയുടെ വിജയം ഇതുവരെ അസ്ഥാനത്താക്കിയതും അതുതന്നെയാണ്. റഷ്യയെ സംബന്ധിച്ചു നോക്കിയാൽ 2.5 വർഷം മുമ്പ് യുദ്ധം തുടങ്ങിയ സ്ഥിതിയിൽ നിന്ന് ഏറെ മെലിഞ്ഞു കഴിഞ്ഞു സൈനിക സംവിധാനങ്ങൾ. വൻതോതിൽ ടാങ്കുകളും മറ്റായുധങ്ങളും യുക്രൈനിൽ ഉപയോഗിച്ച ആവനാഴി ഏതാണ്ട് കാലിയായി. വൻതോതിൽ സൈനികരുടെ ജീവൻ നഷ്ടമായി. റഷ്യയ്ക്ക് വേണ്ടി യുക്രൈനിൽ പോയി യുദ്ധം ചെയ്യാൻ ആളില്ലാതെയായി. റഷ്യക്കാരായ യുവാക്കൾക്ക് സൈനിക സേവനം നിർബന്ധമാക്കി പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. എന്നിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. അതിനിടയിൽ പഴയ ചങ്ങാതി യെവ്ജിനി പ്രഗോഷിന്റെ വാഗ്നർ കൂലിപ്പട്ടാളത്തെയും യുക്രൈനിൽ യുദ്ധം ചെയ്യാൻ പുടിൻ ഇറക്കി. വിജയം അപ്പോഴും ഏറെ അകലെയായിരുന്നു. പുടിൻ നിരന്തരം പരിഹസിച്ചിരുന്നു. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി റഷ്യയെ യുദ്ധക്കളത്തിൽ വീണ്ടും വട്ടം കറക്കി. ഇനി 2-1 കണ്ടേ റഷ്യയ്ക്കും യുക്രൈനും പറ്റൂ. യുദ്ധം ഇങ്ങനെ നീണ്ടുപോയാൽ റഷ്യയ്ക്ക് വലിയ നഷ്ടമുണ്ടാകും. യുക്രൈനും കനത്ത തിരിച്ചടിയാകും. നേരത്തെ തന്നെ ചൈന നൽകിയിരുന്ന സഹായങ്ങൾ കൂടുതൽ കനത്തിലാക്കുന്നതും അതുകൊണ്ടാണ്. UK ഇതിനെതിരെ രംഗത്ത് വന്നതോടെ ഈ നീക്കത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾക്കുള്ള ആശങ്കയും വ്യക്തമാകുന്നു. റഷ്യയ്ക്കുള്ള ചൈനയുടെ സഹായത്തെ എതിർത്ത് വരുന്ന ആദ്യത്തെ പാശ്ചാത്യ ശക്തിയാണ് UK. ചൈനയിൽ നിന്ന് മാരകമായ പടക്കോപ്പുകളും യുദ്ധസാമഗ്രികളും റഷ്യയിലേക്ക് പ്രവഹിക്കുന്നതിന് UKയുടെയും അമേരിക്കയുടെയും കയ്യിൽ മതിയായ തെളിവുണ്ടെന്നും ഷേപ്സ് ലണ്ടനിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. യൂറോപ്പിന് മൊത്തത്തിൽ റഷ്യ ഉന്നയിക്കുന്ന ഭീഷണിയെ ചെറുക്കുമെന്ന് കഴിഞ്ഞ മാസമാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് പ്രഖ്യാപിച്ചത്. ഇതിനായി ബ്രിട്ടന്റെ മൊത്തം ആഭ്യന്തര വരുമാനത്തിന്റെ 2.5 അധികമായി പ്രതിരോധ മേഖലയ്ക്ക് മാറ്റിവെക്കുമെന്നും സുനക് പറഞ്ഞിരുന്നു. അതിന് പിന്നാലെ UK പ്രതിരോധ മന്ത്രിയുടെ വാക്കുകളും പുറത്തുവരുന്നത് എല്ലാ നാറ്റോ രാജ്യങ്ങളും റഷ്യയുടെ ഭീഷണിയെ ചെറുക്കാൻ കരുതിയിരിക്കണമെന്നാണ് ബ്രിട്ടന്റെയും UKയുടെയും മുന്നറിയിപ്പ്. അത് വെറുതെയല്ല. റഷ്യയെ ചൈന കൈയയച്ചു സഹായിച്ചാൽ ഭയക്കാനുണ്ടെന്ന തിരിച്ചറിവിലാണ്. ഇതുവരെ യുക്രൈൻ യുദ്ധത്തിൽ ചൈന നേരിട്ട് റഷ്യയ്ക്ക് കരുത്ത് പകർന്നിരുന്നില്ല. ആവശ്യമായ ആയുധങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായ സഹകരണം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനാണ് മാറ്റം വന്നതെന്നാണ് UK പറയുന്നത്. അതായത് റഷ്യയും ചൈനയും കൂടുതൽ സഹകരിച്ചാൽ അത് പ്രതിരോധിക്കാൻ വലിയ കരുതൽ വേണ്ടിവരുമെന്ന് അർത്ഥം. എന്തായാലും UK വലിയ ലോകത്തിന് നൽകുന്നത് വലിയ ആശങ്കയാണ്. എന്നാൽ UK പറഞ്ഞത് കണ്ണും പൂട്ടി അങ്ങ് ഏറ്റെടുക്കാൻ അമേരിക്ക തയ്യാറായില്ല എന്നതും ഒരു കാര്യമാണ്. റഷ്യയെ ചൈന സഹായിക്കുന്നുണ്ട് എന്ന കാര്യം അമേരിക്ക അംഗീകരിക്കുന്നുണ്ടെങ്കിലും മാരകമായ ആയുധങ്ങൾ ചൈനയിൽ നിന്ന് റഷ്യയിൽ എത്തിക്കുന്നുണ്ടെന്ന ആരോപണം അമേരിക്ക അങ്ങനെ ഉറപ്പിക്കുന്നില്ല. അത് UKയുടെ കൈവശമുള്ള തെളിവുകൾ പരിശോധിക്കുന്നത് മാത്രമാണ്. ഇടക്കാലത്ത് യുക്രൈൻ യുദ്ധത്തിൽ പിടിച്ചു നിൽക്കാൻ വല്ലാതെ പ്രയാസപ്പെട്ടിരുന്നു. അതിന് പ്രധാന കാരണം അമേരിക്കൻ സഹായം നിലച്ചതും ആയുധങ്ങളുടെ ലഭ്യത കുറവുമായിരുന്നു. ഈ സാഹചര്യം മാറി. ആവശ്യത്തിന് ആയുധങ്ങളും പടക്കോപ്പുകളും കിട്ടിത്തുടങ്ങി. അമേരിക്കൻ സഹായവും ലഭിക്കുന്നുണ്ട് ഇപ്പോൾ. പക്ഷേ യുക്രൈൻ വലിയ തോതിൽ സഹായം ഇനിയും ആവശ്യപ്പെടുന്നുണ്ട്. കൂടുതൽ ഫൈറ്റർ ജെറ്റുകൾ വേണം. സൈനികരെയും ആവശ്യമുണ്ട്. നിലവിൽ പലയിടത്തും സൈനികർ 2 വർഷത്തിലേറെ തുടർച്ചയായി യുദ്ധമുഖത്താണ്. അവർക്ക് അവധി നൽകാനോ വിശ്രമം നൽകാനോ സാധിക്കുന്നില്ല. ഇവർ രോഷാകുലരാണെന്ന റിപ്പോർട്ടുമുണ്ട്. ചുരുക്കത്തിൽ യുക്രൈനും അത്ര കരുത്തുറ്റ യുദ്ധം നടത്താനുള്ള ഒരു നിലയിലല്ല. ഇതിനിടയിലാണ് ചൈന റഷ്യയെ സഹായിക്കാൻ ഒരുങ്ങുന്നത്. UKയുടെ ആശങ്ക പാശ്ചാത്യ ലോകങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറായാൽ യുക്രൈൻ വീണ്ടും വലിയ യുദ്ധത്തിലേക്ക് നീങ്ങും.